2025 ജൂലൈ 2 കറണ്ട് അഫയേഴ്സ്. ഒന്നാമത്തെ, ലോക UFO ദിനമായി ആചരിക്കുന്നത് എന്ന്. ജൂലൈ 2. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ. 1947 അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലുള്ള റൊസേലിയൻ ഒരു അജ്ഞാത പേടകം തകർന്നു വീണു എന്ന് പറയപ്പെടുന്ന സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനം ആചരിക്കുന്നത്. അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ആസ്ട്രോബയോളജി എന്നറിയപ്പെടുന്നു. അമേരിക്കൻ ഗവൺമെൻറ് ഇപ്പോൾ UFOകൾക്ക് പകരം ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന പദം അൺഡിഫൈൻഡ് അനോമലസ് ഫിനോമിന UAP എന്നാണ്. 2025 ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി സന്ദർശിക്കുന്ന രാജ്യം ബ്രസീൽ. അനുബന്ധ വിവരങ്ങൾ. ബ്രസീലിന് പുറമെ ഗാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, നമീബിയ എന്നീ രാജ്യങ്ങളും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. ബ്രിക്സ് എന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. 2024 ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങൾ കൂടി ഇതിൽ അംഗമായി. മൂന്നാമത്തെ, രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ ശ്രവണ പരിമിതരായ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ഏത്? കേരളം. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയാണ് SCERT ഈ പുസ്തകങ്ങൾ വികസിപ്പിച്ചത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം എന്നത് ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ അവകാശ നിയമം 2016 പ്രകാരം ഉൾക്കൊള്ളുന്നു. നാലാമത്തെ, കേരളത്തിൻ്റെ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ DGP നിയമിതനായത് ആരാണ്? റവാഡ A. ചന്ദ്രശേഖർ. അനുബന്ധ വിവരങ്ങൾ. പ്രകാശ് സിംഗ് VS യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലെ സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിക്കുന്നത്. ഈ മാർഗനിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് UPSC തയ്യാറാക്കുന്ന ചുരുക്കപ്പട്ടികയിൽ നിന്നാണ് നിയമനം നടത്തുന്നത്. DGPക്ക് കുറഞ്ഞത് 2 വർഷം കാലാവധി ഉറപ്പാക്കണം. അഞ്ചാമത്തെ, 2025 US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ആയുഷ് ഷെട്ടി. അനുബന്ധ വിവരങ്ങൾ. ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ നടത്തുന്ന അന്താരാഷ്ട്ര ടൂർണമെൻറ്റുകളുടെ ഭാഗമാണ് US ഓപ്പൺ. 6. ക്യാപ്റ്റൻ കൂൾ എന്ന വിളിപ്പേര് ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ നൽകിയ ഇന്ത്യൻ കായിക താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. ഇന്ത്യയിൽ വ്യാപാര മുദ്രകൾ രജിസ്റ്റർ ചെയ്യുന്നത് 1999 ട്രേഡ് മാർക്ക് നിയമം അനുസരിച്ചാണ്. വ്യാപാര മുദ്ര, പകർപ്പവകാശം, പെൻഡൻ എന്നിവയെല്ലാം ബൗദ്ധിക സ്വത്തവകാശത്തിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഭാഗമാണ്. 7. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് സൗജന്യ സഹായം നൽകുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതിയുടെ പേരെന്താണ്? ടെലി മാനസ്. ടെലി മെൻ്റൽ ഹെൽത്ത് അസിസ്റ്റൻസ് ആൻഡ് നെറ്റ്വർക്കിംഗ് അക്രോസ് സ്റ്റേറ്റ്സ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇന്ത്യയിൽ മാനസികാരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പ്രധാന നിയമമാണ് 2017 മാനസികാരോഗ്യ സംരക്ഷണ നിയമം. 8. ഏത് ചീഫ് ജസ്റ്റിസിൻ്റെ കാലത്താണ് സുപ്രീം കോടതിയിൽ ആദ്യമായി സ്റ്റാഫ് നിയമനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ SC ST സംവരണം ഏർപ്പെടുത്തിയത്? ജസ്റ്റിസ് ഭൂഷൺ R ഗവായി. അനുബന്ധ വിവരങ്ങൾ. സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുച്ഛേദമാണ് അനുച്ഛേദം 16. ഈ സംവരണം ജഡ്ജിമാരുടെ നിയമനത്തിനല്ല, മറിച്ച് കോടതിയുടെ ഭരണനിർവഹണ ജീവനക്കാർക്കാണ് ബാധകം. 9. പാമ്പ് കടിയേറ്റുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളുകളിൽ കേരള വനം വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതിയുടെ പേരെന്ത്? സർപ്പപാഠം. 10. ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ മലയാളിയാകാൻ പോകുന്ന എക്സ്പെഡിഷൻ 75 ദൗത്യത്തിൻ്റെ ഭാഗമായ വ്യക്തി ആരാണ്? ഡോക്ടർ അനിൽ മേനോൻ. ഇദ്ദേഹം സ്പേസ് X എന്ന സ്വകാര്യ ബഹിരാകാശ കമ്പനിയുടെ മുൻ മെഡിക്കൽ ഡയറക്ടറായിരുന്നു. ഈ ദൗത്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കാണ്, എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS.